എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ പിരിയാനാകുമോ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാനാകുമോ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സണ് നിങ്ങളെ പിരിയാനാകുമോ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാനാകുമോ എന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന്. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആദ്യമേ തന്നെ പറയട്ടെ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി നിങ്ങളിപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്കിവിടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു റീഡിങ്ങിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി വരിക എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ്. മേ ബി നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം നിങ്ങൾ ഇത്രമാത്രം ഇന്നസെൻ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഇത്രമാത്രം ഇന്നസെൻ്റ് ആണെന്ന്. പക്ഷേ മേ ബി നിങ്ങളോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കില്ല. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം, വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, ഏഞ്ചൽസിനെ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. കാരണം ഇത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇവിടെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, കൂടുതലായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയാണ്. അതായത് ആ പേഴ്സൻ്റെ എനർജി ഇല്ലെന്നല്ല പറയുന്നത്, ആ പേഴ്സൻ്റെ എനർജി ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധയോടെ ഈ റീഡിങ് കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നത്. നിങ്ങളങ്ങനെ അത്രത്തോളം ശ്രദ്ധയോടെ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ എനർജി എത്രമാത്രം ഈ റീഡിങ്ങിൽ ലഭിക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഈ റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ അളവ് കൂടുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണല്ലേ, ഒരാളുടെ സന്തോഷം കൂടുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് എങ്ങനെ കേൾക്കാമെന്നാണ്. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നാണ്. അതായത് നിങ്ങളുടേത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നാണ് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണ് തോന്നിയത് കൊണ്ട് മാത്രമല്ല, ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ പേഴ്സണ് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന്. അത് എങ്ങനെ കേൾക്കാം, അതിനനുസരിച്ച് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് എങ്ങനെ കേൾക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ടിട്ടല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ആ പേഴ്സൺ എടുക്കുന്ന തീരുമാനങ്ങൾ അതനുസരിച്ചായിരുന്നില്ല. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ടിട്ടായിരുന്നില്ല
അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ആ പേഴ്സൺ അറിയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ ആ പേഴ്സൺ എടുത്ത തീരുമാനങ്ങളെല്ലാം എപ്പോഴും ശരിയാവാറില്ല. പക്ഷേ ആ പേഴ്സൺ എപ്പോഴെല്ലാം ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ആ പേഴ്സൺ എടുത്തിരുന്ന തീരുമാനങ്ങൾ ശരിയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അറിയില്ലായിരുന്നു. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് ശരിയാണെന്നും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നും ആ പേഴ്സണ് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് ഇനിയെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെന്ന്. എല്ലായ്പ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല, പക്ഷേ ആ പേഴ്സണ് സാധിക്കുന്നത് പോലെ, അതായത് ആ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നത് പോലെ ആ പേഴ്സൺ അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണ് നിങ്ങളെയും നിങ്ങൾക്ക് ആ പേഴ്സണെയും ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ പേഴ്സണെ നിങ്ങൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും സൗഹൃദം അത് ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു സൗഹൃദം തിരികെ വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന സുഹൃത്തിനെ ആ പേഴ്സണ് തിരികെ വേണമെന്ന് ആഗ്രഹമുണ്ട്. മേ ബി നിങ്ങൾക്കും അത് ആഗ്രഹമുണ്ടായിരിക്കാം. നിങ്ങളുടെ സൗഹൃദം തിരികെ വേണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ഇത് ഞാൻ മുൻപ് പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ റീഡിങ്ങിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ സ്പിരിച്വൽ കണക്ഷൻ്റെ എനർജി ലഭിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ റെസനേറ്റ് ആവൂ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇന്ന് കൂടുതലായിട്ടും സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് ഈ വീഡിയോ കാണുന്നതിൽ കുറേ പേരെങ്കിലും സ്പിരിച്വൽ കണക്ഷനിലായിരിക്കാം. കുറേ പേരെന്ന് പറയുമ്പോൾ എല്ലാവരും ആയിരിക്കില്ല, പക്ഷേ ഈ റീഡിംഗ് കാണുന്ന കുറച്ച് പേരെങ്കിലും സ്പിരിച്വൽ കണക്ഷനിലായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കോ ആ പേഴ്സണോ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന്. അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നത്. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സണോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം. വഴക്കെന്ന് പറയുമ്പോൾ ശരിക്കുള്ള വഴക്കല്ല, അതായത് നിങ്ങൾ ചുമ്മാ വഴക്കിടുന്നതാണ്, അതായത് വെറുതെ വഴക്കിടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ പേഴ്സണോട് വഴക്കിടാൻ, നിങ്ങൾക്ക് ഇഷ്ടമാണ്. വഴക്കെന്ന് പറയുമ്പോൾ തമാശയ്ക്ക് വഴക്കിടുക എന്ന് പറയില്ലേ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. തമാശയ്ക്ക് വഴക്കിടുക എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കിടാറുണ്ടല്ലോ, ആയിട്ട് വെറുതെ വഴക്കിടുന്നതാണ്, അതായത് ഒരു തമാശയ്ക്ക് വഴക്കിടുന്നതാണ്, അതായത് കാര്യമായിട്ടൊന്നും വഴക്കിടുന്നതായിരിക്കില്ല. ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പേഴ്സൺ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സണ് നിങ്ങളോട് വഴക്കിടാൻ വളരെ ഇഷ്ടമാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് വഴക്കിടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വഴക്കിടുക എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, തമാശയ്ക്ക് വഴക്കിടുന്നതാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. വളരെയധികം പ്ലേഫുൾ ആയിട്ടുള്ളൊരു എനർജി, അതാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സണോ ഇപ്പോൾ ഒന്നും വഴക്കിടാൻ കൊതിക്കുന്നുണ്ടായിരിക്കാം. അതായത് തമാശയ്ക്ക് വഴക്കിടുക എന്ന് പറയില്ലേ, അങ്ങനെ തമാശയ്ക്ക് വഴക്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം.
കാരണം നിങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിച്ചിട്ട്, അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സണ് നിങ്ങളെ പിരിയാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മേ ബി നിങ്ങളെ പിരിയാൻ ആഗ്രഹിച്ചാലും ആ പേഴ്സൺ അതിന് സാധിക്കില്ല. അതായത് പുറമേ ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യം കാണിച്ചാലും, അല്ലെങ്കിൽ ദേഷ്യത്തിലാണ്, പിണക്കത്തിലാണ് അങ്ങനെ പ്രകടിപ്പിച്ചാലും ശരിക്കും ആ പേഴ്സണ് നിങ്ങളോട് ദേഷ്യമുണ്ടാവില്ല, അല്ലെങ്കിൽ പിണക്കമുണ്ടാവില്ല. കാരണം നിങ്ങളോട് പിണങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടാനോ ആ പേഴ്സണ് സാധിക്കില്ല എന്നുള്ളതാണ്. മേ ബി പുറമേ ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണ് എന്ന് കാണിച്ചാലും അല്ലെങ്കിൽ പ്രകടിപ്പിച്ചാലും, ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യം വരുമ്പോൾ ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞാലും ആ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് തന്നെ ആയിരിക്കാം. പക്ഷെ പുറമേ ആ പേഴ്സൺ അത് കാണിക്കുന്നുണ്ടാവില്ല. മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളെ പിരിയാൻ കഴിയില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. അതായത് നിങ്ങൾക്കും ആ പേഴ്സണോട് ദേഷ്യപ്പെടാനോ ആ പേഴ്സണോട് പിണങ്ങാനോ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങിയാലും നിങ്ങൾക്ക് ഒരുപാട് നാളൊന്നും ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് നാൾ പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. മേ ബി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളെ പിരിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളെ പിരിയാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണെന്നാണ്. ആ പേഴ്സൺ വിചാരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ തന്നെ ആണ്. പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ വളരെ ലക്കി ആയതുകൊണ്ട് മാത്രമാണ് ആ പേഴ്സണ് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചത്. അതായത് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചത് പേഴ്സൺ ലക്കി ആയതുകൊണ്ടാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പേഴ്സൺ വളരെ ലക്കിയാണ്, അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചത് എന്നാണ്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന്. നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നാണ് ആ പേഴ്സണും വിശ്വസിക്കുന്നത്. നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ആ പേഴ്സണും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒത്തിരി പേരെ. ആ പേഴ്സണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാളെ ആ പേഴ്സൺ കണ്ടുമുട്ടിയിട്ടില്ല. അതായത് നിങ്ങളെപ്പോലെ ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇത്ര നല്ല വ്യക്തികളെ ആ പേഴ്സൺ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് പറയാം. അതായത് ആ പേഴ്സൺ കണ്ടുമുട്ടിയതെല്ലാം നല്ല വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സണ് വളരെയധികം സ്പെഷ്യലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. മേ ബി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ ആ പേഴ്സണും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണ് എന്ന് പറയാം. ഈ ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൺ ചിന്തിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ മേ ബി ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്തിനാണ് വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നത്, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കണം, വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പറയുന്ന ഓരോ വാക്കുകളും ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല, മേ ബി നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ആ പേഴ്സൺ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു,
ആ പേഴ്സണ് നിങ്ങളുടെ വാക്കുകൾ ആ പേഴ്സൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു എന്ന് പറയാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കറിയില്ലായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് ബഹുമാനിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എത്രമാത്രമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന്. ഇഷ്ടം എന്നതിലുപരി ബഹുമാനം എന്നുള്ള എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുമുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ചിന്തിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന്, പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ ശരിക്കുമുള്ള കോൺഫിഡൻസ് എത്രമാത്രമാണെന്ന് നിങ്ങളെക്കാൾ ആ വ്യക്തിക്ക് അറിയാമെന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകുന്നത്, ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളും ആ വ്യക്തിയെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയതിനേക്കാൾ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയതിനേക്കാൾ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം. പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമ്മാനത്തിനെ കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആണ് സമ്മാനം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു സമ്മാനം എനിക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള എന്തോ ഒരു സമ്മാനം അത് ആ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് എന്തെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിപ്പോഴും ആ പേഴ്സൺ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാകുമോ, അത് നിങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സൺ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങൾക്ക് തന്ന സമ്മാനം അതുപോലെ നിങ്ങളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാകുന്നത് ഗ്ലാസ് വെച്ചിട്ടുള്ള എന്തോ ഒരു സമ്മാനമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നമ്മൾ നേരെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ ഒരു സമ്മാനമായിരിക്കാം ആ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളിപ്പോഴും അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാകുമോ എന്ന പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വളരെ ഇഷ്ടമുള്ളതായിരിക്കാം. അതായത് സ്റ്റോൺസ് വെച്ചിട്ടുള്ളത്, ഗ്ലാസ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വളരെ ഇഷ്ടമുള്ളതായിരിക്കാം. വളരെ മനോഹരമായിരിക്കാം, പക്ഷേ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം ആ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.